ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതലേ ശരണ്യയെ സംബന്ധിച്ച് ശരണ്യയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ ട്രഫാണ്. തൻ്റെ ട്രഫിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശരണ്യ അത് ഏറ്റുപിടിക്കും, ബഹളം വയ്ക്കും, ഇരുന്ന് കരയും. ഇതാണ് ഒരു കണ്ടന്റ്. അല്ലാതെ ശരണ്യനെ നിന്ന് വേറെ യാതൊരു കണ്ടന്റും വന്നതായിട്ട് എൻ്റെ ഓർമ്മയില്ല. മുടിയനുമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം യാതൊരുവിധ കണ്ടന്റും ഇല്ല. ഈ അടുത്തിടയിലാണ് ജിൻഡോ തൻ്റെ ട്രഫിനെ പറ്റി കുറ്റം അർജുനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, മോശമായ ട്രഫാണ് എന്ന് പറഞ്ഞു. എൻ്റെ പേര് ജിൻഡോയുമായിട്ട് ഉടക്കുന്നു, ജിൻഡയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു, അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒന്നിച്ചുകൂടി ജിൻഡയെ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഇന്നലെ ഈദിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശരണ്യ ഇരുന്ന് കരയുവാണ്. ഫ്രീദ് കൊണ്ട് കൂട്ടിന്. നമ്മുടെ അക്ബര അതിൻ്റെ ഇടയ്ക്ക് വന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പം ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ശരണ്യയോട് പറഞ്ഞത്രേ, ഇതിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ ഇട്ടേക്കുന്ന ട്രിഫ് മാറ്റിയിട്ട് വാ, നമുക്കൊരു ഡാൻസ് ചെയ്യാം എന്ന്. അത് പറഞ്ഞത് വേറെ ആരുമല്ല, അർജുനാണത് പറഞ്ഞത്. ഫ്രീദും കൂടെ ഉണ്ടായിരുന്നു. അർജുൻ പറഞ്ഞ വേട് എന്താണെന്ന് അവർക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. ഇത് അർജുൻ പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പം അഫ്ബയ്ക്ക് ആകെപ്പാടെ വിഷമമായി. അർജുനോട് ചെന്ന് സംസാരിക്കുന്നു. അർജുൻ പറയുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്കൊരു ഡാൻസ് ചെയ്യാം. ഞാൻ വേറെ ശരണ്യയുടെ ഡ്രസ്സിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ക്യൂട്ടാണ് അവൾക്ക് ഏത് ഡ്രസ്സും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് അക്ബര ഉടൻ തന്നെ മെസ്സഞ്ചറായിട്ട് ശരണ്യയോട് വന്ന് പറയുന്നുണ്ട്, അവൻ അതല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്നെപ്പറ്റി, എൻ്റെ ഡ്രസ്സിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പ്രതികരിക്കും. ഇപ്പം പറഞ്ഞ പോലൊന്നും ആയിരിക്കത്തില്ല അത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ കാണുന്നതാണ് പുറത്തു നിന്ന്, അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു ശരണ്യയും കാണാം. ശരണ്യയുടെ കണ്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നും ഡ്രസ്സാണ്. ഇവിടെ ജിൻഡോ ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമായില്ല. അത് അർജുനായതുകൊണ്ട് അവർ മൂന്നാല് പേരറിഞ്ഞ് അത് സോൾവ് ചെയ്ത് മാറ്റി. ജിൻഡോ ആയിരുന്നെങ്കിൽ പറയാനുണ്ടോ, എവിടൊക്കെ പോയേനെ അല്ലേ, എല്ലാവരും അറിഞ്ഞേനെ, ജിൻഡോയെ എല്ലാവരും ഏറി കയറ്റിയേനെ. അതാണ് ഇവിടുത്തെ സംഭവം.